എന്റെ പുതിയൊരു എപ്പിസോഡാണത്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സൗദി അറേബ്യ ഈ കഴിഞ്ഞ ദിവസം അവരുടെ എനർജി ഡ്രിങ്ക് ആയിട്ടുള്ള മിലാഫ് കോള എന്നൊരു പുതിയ കോള പുറത്തിറക്കി. ഈന്തപ്പഴത്തിൽ നിന്നും ഉണ്ടാക്കുന്ന കോളയാണ് മിലാഫ് കോള. ആദ്യമായിട്ടാണ് ഈന്തപ്പഴത്തിൽ നിന്നും ഒരു കോള ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിലാഫ് കോളയെ പറ്റിയുള്ള ചർച്ച ലോകമെമ്പാടും നടക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു ടേസ്റ്റോടു കൂടിയായിരിക്കും മിലാഫ് കോള എത്തുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ കേരളത്തിലും ഇതിനെപ്പറ്റിയുള്ള ചർച്ച നടക്കുന്നുണ്ട്. നമ്മുടെ ധാരാളം ആളുകൾ GCC കൺട്രികളിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ബിസിനസ്സും ജോലിക്കുമായി പോയിട്ടുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം ഈ കോള വാങ്ങി ഉപയോഗിക്കുകയും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലൂടെയും പറയുകയും ചെയ്തു. എന്നാൽ മലയാളികളല്ലേ, അവരവരുടെ തനിഗുണം ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കമന്റുകൾക്കുള്ളിൽ കാണിക്കാൻ തുടങ്ങി. ഒരു കോള കുടിച്ചിട്ട് ഒരു വ്യക്തി ആ കോളയെ പറ്റിയുള്ള ഗുണങ്ങളോ ദോഷങ്ങളോ എന്തോ ആയിക്കോട്ടെ, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നിട്ട് അവന്റെ മതത്തെ പറയുക, അല്ലെങ്കിൽ അവനെ വ്യക്തിഹത്യ ചെയ്യുക, അവന്റെ ബിസിനസ്സിനെ പറയുക, ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നരായ കേരളത്തിലെ ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പറയാം. അല്ലാണ്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ആളെ പറ്റിയോ അല്ലെങ്കിൽ അതുണ്ടാക്കിയ രാജ്യത്തെ പറ്റിയോ അവരുടെ മതത്തെ പറ്റിയോ അല്ലെങ്കിൽ പരസ്പരം കരിവാരി തേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുക, എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഒരുത്തൻ പശുവിനെ പറ്റിയും ചാണകത്തെ പറ്റിയും കമന്റ് ഇടുമ്പോൾ മറ്റവൻ ഒട്ടകത്തെ പറ്റിയും ഒട്ടകത്തിന്റെ മൂത്രത്തെ പറ്റിയും കമന്റ് ഇടും. ഇങ്ങനെ പരസ്പരം കരിവാരി തേച്ച് ഇവർക്ക് എന്ത് ആനന്ദമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം ഭൂരിഭാഗം കമന്റുകളും മലയാളത്തിലായിരിക്കും. ഈ കമന്റുകൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തുള്ള ആൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനം എവിടെ എത്തുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നാണം കെട്ട് നാറിപ്പോകും. എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോട്, ഭൂമി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാലത്തിനനുസരിച്ച്. അതിനനുസരിച്ചുള്ള പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റുകളിൽ എത്തും. ഇതെല്ലാം സംഭവിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിരുന്ന് അതാരാണ് ഉണ്ടാക്കിയത്, അവന്റെ മതം എന്താണ്, അല്ലെങ്കിൽ ഇതിനെ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് എതിർക്കുന്നത് എന്നൊക്കെ നോക്കി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിൽ കയറി പരസ്പരം അടിയുണ്ടാക്കാതിരിക്കുക. ഇതെല്ലാം പുറത്തുനിന്ന് കാണുന്ന ഒരുത്തനെ കോമഡി ആയിട്ടായിരിക്കും തോന്നുക. നിങ്ങൾ എന്തെങ്കിലും മാസമായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഒരുത്തൻ്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ അവൻ്റെ മതത്തെ പറ്റിയോ പറഞ്ഞ്, ഓ ഞാൻ അവൻ്റെ മതത്തെ കളിയാക്കി എന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മാസമായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ഒരുത്തനെ ഒരു പൊട്ടത്തരമായിട്ടായിരിക്കും തോന്നുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക. ഉദാഹരണത്തിന് മിലാഫ് കോളയെ പറ്റിയാണെങ്കിൽ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും മാത്രം പറയുക. അത് മറ്റുള്ളവർക്ക് ഉപകാരമാകും ആ കമന്റുകൾ വായിക്കുമ്പോൾ. അല്ലാതെ പരസ്പരം കരിവാരി തേക്കുന്ന രീതിയിൽ അവരുടെ മതത്തെയും അല്ലെങ്കിൽ രണ്ട് പൊരുത്തം കമന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തവന്റെ മതം തപ്പിയിട്ട് അവനെ പറ്റിയുള്ള കമന്റുകൾ, അത്തരത്തിലുള്ള കമന്റുകളൊക്കെ ഒഴിവാക്കുക.